ലോർഡ് കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 7-ാം വാക്യം അതിൻ്റെ 7-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നു, ഇത് ഉള്ളത് തന്നെയോ എന്ന് മഹാപുരോഹിതൻ ചോദിച്ചതിന് അവൻ പറഞ്ഞത്, സഹോദരന്മാരും പിതാക്കന്മാരുമായ പുരുഷന്മാരെ കേൾപ്പിൻ. നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാനിൽ വന്ന് പാർക്കും മുമ്പേ മെസ്സോപ്പൊത്താഷ്യയിൽ ഇരിക്കുമ്പോൾ തന്നെ തേജോമയനായ ദൈവം അവന് പ്രത്യക്ഷനായി. മെസ്സോപ്പൊത്താമ്യയിൽ ഇരിക്കുമ്പോൾ തന്നെ തേജോമയനായ ദൈവം അവന് പ്രത്യക്ഷനായി. നിങ്ങൾക്ക് കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കർത്താവിനെ ദർശനങ്ങൾ, അതായത് സ്വപ്നം കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നേരെ ചർച്ചിലോട്ട് പോവുക. ആമേൻ. പള്ളിയിലോട്ട് പോവുക, വചനം കേട്ട് വളരുക, ബൈബിൾ വായിക്കുക, എല്ലാ ദിവസവും വീട്ടിൽ പ്രാർത്ഥിക്കുക. കർത്താവ് നിങ്ങൾക്കും ദർശനങ്ങൾ തരും. ഈ ദർശനങ്ങളെന്ന് പറഞ്ഞാൽ വരാനിരിക്കുന്നവയെക്കുറിച്ച് കർത്താവ് നമുക്കൊരു സ്വപ്നം തരും. ആമേൻ. ആ സ്വപ്നം നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾക്ക് എപ്പോഴാണോ ആ സ്വപ്ന ദർശനം കിട്ടുന്നത് അപ്പോൾ തന്നെ നമ്മൾ എണീറ്റിരുന്ന് പ്രാർത്ഥിക്കുക. ആമേൻ. അല്ലാതെ ചില ആളുകളുണ്ട്, ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിനകത്തായിരിക്കും, അല്ലെങ്കിൽ കുടുംബത്തിന് പുറത്താകാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ആപത്തുകൾ വരുമ്പോൾ കർത്താവ് അത് മുന്നേ കൂട്ടി അവർക്കൊരു സ്വപ്ന ദർശനത്തിൽ കൂടി കാണിച്ചു കൊടുക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ അത് മുന്നേ കൂട്ടി അവരോട് ദൈവം പറയുമ്പോൾ ചില ആളുകൾ എന്ത് ചെയ്യുന്നറിയാമോ, അതിനു വേണ്ടി പ്രാർത്ഥിക്കുകയോ ഉപവസിക്കുകയോ ചെയ്യത്തില്ല. അതവർക്ക് വരട്ടെ, വന്നിട്ട് നമുക്ക് പോയി പ്രാർത്ഥിക്കാം, എന്നിട്ട് നമുക്ക് അവർക്ക് വിടുതൽ വാങ്ങിച്ചു കൊടുക്കാം എന്ന് ചിന്തിക്കുന്ന ആളുകൾ ലോകത്തുണ്ട്. അതെന്തിനാണെന്നറിയാമോ? അവർക്ക് പേരും പ്രശസ്തിയും ഉണ്ടാകാൻ വേണ്ടിയിട്ട്. ആമേൻ. അതങ്ങനെ ചെയ്യാൻ കർത്താവ് ആർക്കും അനുവാദം കൊടുത്തിട്ടില്ല. നമുക്കൊരു ദർശനം, അതായത് ഒരു സ്വപ്ന ദർശനം കർത്താവ് തരുന്നത് നമ്മൾ എന്തിനു വേണ്ടിയാണോ കർത്താവ് നമുക്ക് ദർശനം തന്നത്, നമ്മൾ ആ ദർശനം കാണുന്ന മാത്രയിൽ തന്നെ, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ദൂതിനനുസരിച്ച് നമ്മളെ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ആ കുടുംബത്തിൽ അത് വന്ന് കഴിഞ്ഞ് പോയി പ്രാർത്ഥിച്ച് നമുക്ക് കുറച്ച് പേരും പ്രശസ്തിയും പണവും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. ഇങ്ങനെയുള്ളവരെയൊക്കെ കർത്താവ് തൻ്റെ വേലയിൽ നിന്നും നീക്കം ചെയ്യും. ആമേൻ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണ് പറയുക, ഒരിക്കലും ഒരു മനുഷ്യനും പണ്ടൊരിക്കലും ഒരു മനുഷ്യൻ എന്നോട് പറഞ്ഞതാ, എവിടെ ചെന്നപ്പോഴത്തേക്ക് ആ വ്യക്തിയോട് ഒരാൾ പറഞ്ഞു ഇത്രേ, നിങ്ങളുടെ കുടുംബത്തിൽ ഷുഗർ രോഗം വരും എന്ന്. മനസ്സിലായോ? കർത്താവ് നെഗറ്റീവിൻ്റെ ആളല്ല, ദൈവം നന്മയുടെ ദൈവമാണ്. ഒരു മനുഷ്യനും തിന്മ കൊടുക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. അതുകൊണ്ട് തന്നെ ഇത്തരം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ അത് ഏറ്റുപിടിക്കാൻ പോകരുത് പറഞ്ഞാൽ അതിനെ ആമേൻ എന്ന് പറഞ്ഞ് നിങ്ങളത് സ്വീകരിക്കാൻ പോകരുത്. ആമേൻ എന്ന് പറഞ്ഞാൽ ഞാനത് സ്വീകരിക്കുന്നു എന്നാണ് അതിനർത്ഥം. അപ്പം നിങ്ങളുടെ കുടുംബത്തിൽ ഇന്നയാൾക്ക് ഷുഗർ വരും എന്ന് പറയുമ്പോൾ നിങ്ങളത് ആമേൻ പറഞ്ഞാൽ അതിനർത്ഥം, ഞാൻ ശരി വന്നോട്ടെ, ഞാൻ സ്വീകരിക്കുന്നു, ഒരു കുഴപ്പമില്ല, ഇങ്ങി വന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങൾ ടിക്കറ്റ് എടുക്കാൻ പൈസയും കൊടുത്ത് വണ്ടിയും പിടിച്ച് വരുന്നത് നോക്കി ഇരിക്കരുത്. പകരം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? എൻ്റെ ദൈവം എന്നെ കരുതും, അങ്ങനെ രോഗം എൻ്റെ കുടുംബത്തിൽ വരാൻ എൻ്റെ കർത്താവ് എന്നെ അനുവദിക്കില്ല എന്ന് പറയണം. ആമേൻ. അത് നമ്മൾ ഇനി എവിടെ പോയിരുന്നാലും, സഭയ്ക്കകത്ത് പോയിരുന്നാലും ശരി, ഇങ്ങനെയുള്ള നെഗറ്റീവ് വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ അപ്പം തന്നെ പറയാം, എൻ്റെ കുടുംബത്തിൽ അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ തലമുറയിൽ അങ്ങനെ ഒരു പ്രശ്നം വരാൻ, ഒരു രോഗം വരാൻ കർത്താവ് അനുവദിക്കത്തില്ല. അത് യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് കൽപ്പിക്കുക. ആമേൻ. കർത്താവ് പറയുന്നു, എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്ത് കൽപ്പിച്ചാലും അത് നടക്കും. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പ്രതിസന്ധി വന്നാൽ യേശുവിൻ്റെ നാമത്തിൽ, അധികാരമുള്ള നാമത്തിൽ മാറിപ്പോകാമെന്ന് കൽപ്പിക്കുക, അതങ്ങ് മാറിപ്പോകും. വിശ്വാസത്തോടെ പറയുക, സംശയത്തോടെ പറയരുത്. എന്ന് വെച്ചാൽ അയ്യോ അത് കിട്ടുമോ ഇല്ലയോ എന്ന് സംശയിച്ച് പറയരുത്. വിശ്വാസത്തോടെ പറയുക, കർത്താവ് കരുതും, എൻ്റെ ദൈവം എന്നെ കരുതും എന്ന് വിശ്വാസത്തോടെ പറയുക. കാരണം ബൈബിളിൽ പറയുന്നു, എൻ്റെ ജീവിതത്തിലെ അനുഭവം അതാണ്. ഞാൻ പിന്നെ എൻ്റെ ദൈവത്തെ അവിശ്വസിക്കാനൊന്നും പോകത്തില്ല. അതിൻ്റെ ആവശ്യമില്ല.
മനസ്സിലായോ? ബൈബിൾ പറയുന്നു, വിശ്വാസത്താൽ അല്ലാതെ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ അഥവാ സന്തോഷിപ്പിക്കാൻ സാധ്യമല്ല. ആമേൻ. അതുകൊണ്ട് വിശ്വാസത്തോടെ കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ നേരെ വരുന്ന സകല ശത്രുവിനെയും, അത് രോഗമാകാം, സാമ്പത്തിക ബുദ്ധിമുട്ടാകാം, തൊഴിലില്ലായ്മയാകാം, കലഹമാകാം, അപവാദ പ്രചരണങ്ങളാകാം, എന്ത് തന്നെയായാലും, ഇനി ആക്സിഡൻ്റ് ആകാം, മനസ്സിലായി, ഒരു ആത്മഹത്യ ഭീതിയാകാം, എന്ത് തന്നെയായാലും, ഈ ആത്മഹത്യ എന്ന് പറയുന്നത് ഒരു പൈശാചികമായൊരു ബന്ധനമാണ്, ഒരു ബാധയാണ്. അത് ഒരാളെ പിടികൂടിയാൽ അത് നിവർത്തിക്കാൻ ഏത് വഴി ആ പിശാച് തിരഞ്ഞെടുക്കും. പിശാച് അല്ലെങ്കിൽ തന്നെ തന്ത്രശാലിയാണ്. ആമേൻ. അപ്പോൾ ഒരു ആത്മഹത്യ പ്രവണത, ആത്മഹത്യ ചെയ്യണം എന്നൊരു പ്രേരണ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായാൽ നിങ്ങൾ അപ്പം പറയാം, യേശുവിൻ്റെ നാമത്തിൽ, അധികാരമുള്ള നാമത്തിൽ ആത്മഹത്യാബാധ നീങ്ങിപ്പോകട്ടെ എന്ന് അങ്ങ് കൽപ്പിക്കുക. ഇനി രണ്ടാമത്, ഒരു ദേശത്തിൽ, ഒരു കുടുംബത്തിനകത്ത് ഒരു ആത്മഹത്യ ഉണ്ടായാൽ ആ ബാധ അവിടെ വിട്ടു പോകണമെങ്കിൽ ആ ദേശത്തിന് വേണ്ടി, ആ കുടുംബത്തിനകത്ത് കയറി ആ ബാധയെ ഓടിക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. ആമേൻ. നിങ്ങൾ ആ ദേശത്തിൽ ഇറങ്ങി ചെന്ന്, നിങ്ങൾ ആ കുടുംബത്തിനകത്ത് കയറി ചെന്ന് ആ ബാധയെ നിങ്ങൾ പ്രാർത്ഥിച്ച്, യേശുവിൻ്റെ നാമത്തിൽ അതിനെ പ്രാർത്ഥിച്ച് ഓടിച്ചില്ലെങ്കിൽ അത് പിന്നെയും അവിടെ ഇങ്ങനെ കറങ്ങി നിൽക്കും. അതിൻ്റെ ഒരു സ്വഭാവമാണ്. ആമേൻ. അതുകൊണ്ട് തന്നെ ആത്മഹത്യാ പ്രേരണ ആരുടെയെങ്കിലും ഉള്ളിൽ ഉണ്ടായാൽ അപ്പം തന്നെ കർത്താവിൻ്റെ നാമത്തിൽ അതിനെ ശ്വാസിച്ചോടിക്കുക. ഇനി എന്താണ് പറയുക, ചില ആൾക്കാരുണ്ട് ചുമ്മാ ഒരു കാര്യമില്ലാതെ മറ്റുള്ളവരെ അപവാദം പറയും. മനസ്സിലായോ? അങ്ങനെ ചെയ്യുമ്പോൾ അതൊരു പൈശാചികമായൊരു പ്രവൃത്തിയാണ്. പിന്നെ കർത്താവ് ബൈബിളിൽ പറയുന്നുണ്ട്, താൻ കുഴിക്കുന്ന കുഴിയിൽ താൻ തന്നെ വീഴുമെന്ന്. നിങ്ങളെ ആരെങ്കിലും അപവാദം പറഞ്ഞാൽ അത് അവരുടെ തലയിൽ തന്നെ വീഴുമെന്നാണ് തമ്പുരാൻ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ജീവിതത്തിൽ ഒരിക്കലും തേച്ചാലും മാച്ചാലും പോകാത്ത ഒരു പണി അങ്ങോട്ട് കൊടുക്കും. മനസ്സിലായോ? എന്നാലും അതുകൊണ്ട് നിങ്ങൾ അതിനെക്കുറിച്ച് ഓർക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നിങ്ങൾ അതിനെ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുക. എങ്ങനെ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കണം? യേശുവിൻ്റെ നാമത്തിൽ, അധികാരമുള്ള നാമത്തിൽ ഞാനിതിനെ, ഈ അപവാദ പൈശാചിക ബന്ധനത്തെ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിക്കുക. അതങ്ങ് മാറിക്കോളും. അല്ലാതെ കരഞ്ഞും ദുഃഖിച്ചും നടക്കരുത്. ആമേൻ. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നാലും, മരുന്നില്ലാത്ത രോഗമാണെങ്കിൽ പോലും കർത്താവിൻ്റെ നാമത്തിൽ അതിനെ ശാസിച്ചാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകും. ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.